കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ദൈവിക സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി 1000 നന്ദി അർപ്പിക്കുക. ഈ ആണ്ടിന്റെ ഈ മാസം അവസാന ദിവസം ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെ കർത്താവ് എൻ്റെ പക്കൽ നൽകുന്ന ദൈവിക ദൂതുകൾ നിങ്ങൾക്ക് ഏറെ ആശ്വാസവും വിടുതലും അനുഗ്രഹവുമാകട്ടെ എന്ന ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞുപോയ നാളുകളിൽ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ബലവും നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അത് വിടുതലും ആയിത്തീർന്നുവെങ്കിൽ പിന്നെയും ദൈവത്തിൻ്റെ കരുതലും വിശ്വസ്തതയും നിങ്ങൾക്ക് കോട്ടയായി, സങ്കേതമായി, അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദപുസ്തകത്തിലെ വാക്യമാണ് നമുക്ക് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് നിയോഗം തന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം വലിയ പ്രവാചകന്മാരുടെ പുസ്തകമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 നിലയിൽ പ്രവാചക പുസ്തകത്തെ പഠിപ്പിക്കുന്നു. ഒന്ന് വലിയ പ്രവാചകന്മാരും മറ്റൊന്ന് ചെറിയ പ്രവാചകന്മാരുമാണ്. ഹോശയ്യ മുതൽ മലാക്കി വരെ ചെറിയ പ്രവാചകന്മാരും യെശയ്യാവ് മുതലുള്ള പുസ്തകങ്ങൾ വലിയ പ്രവാചകന്മാരെ കുറിച്ചും കാണാൻ കഴിയും. എന്നാൽ വലിയ പ്രവാചകന്മാരായിരിക്കുന്ന പ്രധാനപ്പെട്ട 2 പ്രവാചക പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകവും. പഴയ നിയമത്തിലെ പ്രവചന പുസ്തകങ്ങളാണെങ്കിലും പുതിയ നിയമത്തിൽ ജനിക്കാൻ പോകുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് അതിശക്തമായി പ്രവചിച്ചിട്ടുള്ളതും എഴുതപ്പെട്ടതുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. യേശു ജനിക്കുന്നതിന് ചില വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 8000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ സഹനങ്ങളെക്കുറിച്ച്, പീഡാനുഭവങ്ങളെക്കുറിച്ച്, ക്രൂശുമരണങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് 53-ാമത്തെ പുസ്തകം. എന്നാൽ 53-ാമത്തെ അധ്യായത്തിനകത്ത് 4-ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യേശു വഹിച്ചു, നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്ന യേശു. 2, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ ചുമക്കുന്ന യേശു. എന്നാൽ നാം എന്താ ചെയ്തത്? അവനെ ശിക്ഷിച്ചു, അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ദൈവമാണ് യേശുവിനെ അടിച്ചതെന്നും ദൈവമാണ് അവനെ ദണ്ഡിപ്പിച്ചതെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. എന്നാൽ ദൈവമല്ല യേശുവിനെ അടിച്ചത്, യേശുവിനെ ശിക്ഷിച്ചത് ദൈവമല്ല. ദൈവത്തിന്റെ കരുണയാണ്, നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് പ്രദർശിപ്പിക്കുവാൻ, വീണുപോയ നമ്മെ, തെറ്റിപ്പോയ നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഒരു മാനദണ്ഡമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ വാക്യത്തിൽ 2 നിലയിൽ യേശുവിനെ നമുക്ക് കാണാൻ കഴിയും. 1-ാമത്തെ നില എന്ന് പറയുന്നത് രോഗങ്ങളെ വഹിക്കുന്ന യേശു എന്നാണ്. 2-ാമത്തെ നില എന്ന് പറയുന്നത് വേദനകളെ ചുമക്കുന്ന യേശു എന്നാണ്. ഇത് രണ്ടും അതിശക്തമായി പ്രസംഗിക്കേണ്ട 2 ഭാഗങ്ങളാണ്, 2 വിഷയങ്ങളാണ്, 2 സബ്ജക്റ്റുകളാണ്. എന്നാൽ 2 ഭാഗങ്ങളും ഞാൻ ഇന്ന് പകൽ ചിന്തിക്കുവാനുള്ള സമയം എടുക്കുന്നില്ല. എങ്കിൽ തന്നെയും അതിലെ 2-ാമത്തെ ഭാഗമായ വേദനകളെ ചുമക്കുന്ന യേശുവിനെ പറ്റി എല്ലാവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കടലുപോലെ കിടക്കുകയാണ് വേദന ചുമക്കുന്ന യേശുവിനെ പറ്റി പറയുമ്പോൾ. ആ വേദനകളെ ചുമക്കുന്ന യേശുവിനെ പറ്റി 1-2 കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പറഞ്ഞു തന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുകയാണ്.
ഇവിടെ ഈ പ്രവാചകന യെശയ്യാ പറയുകയാണ്, യേശു ആരാണ്? വേദനകളെ ചുമക്കുന്നവനാണ്. എബ്രായ ഭാഷയിൽ അതിന് തത്തുല്യമായ ഭാഗത്ത് അതിനെഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ബലഹീനതകളെ ചുമക്കുന്ന യേശു എന്നാണ്. ബലഹീനതകളെ ചുമക്കുന്ന, നമുക്കെല്ലാം ബലഹീനതയുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റു നിലയിലുള്ള ബലഹീനതകൾ നമുക്കുണ്ട്. ചിലപ്പോൾ വാക്കിലാകാം, ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിലാകാം, ചിലപ്പോൾ നമ്മുടെ ചിന്തയിലാകാം. ബലഹീനതകളുണ്ട്. നമ്മുടെ ശരീരത്തിൽ ബലഹീനതകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകൾ സംഭവിക്കാം. എല്ലാ മനുഷ്യർക്കും ബലഹീനതയുണ്ട്. എല്ലാവരുടെയും ബലഹീനത ഒന്നല്ല എന്ന് മാത്രം. പലവിധമായ ബലഹീനത, വ്യത്യസ്തമായ ബലഹീനത, അത് നമുക്കെല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ പറയുകയാണ്, ബലഹീനതകളെ ചുമക്കുന്ന ദൈവം. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയാം, നിങ്ങളുടെ ബലഹീനതകൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്കോ, പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ, കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾക്കോ, നമ്മൾ ഒപ്പം ജോലി ചെയ്യുന്ന ജോലിക്കാർക്കോ, നമ്മുടെ മാനേജ്മെന്റിനോ ഒന്നും നമ്മുടെ ബലഹീനതകൾ അറിയണമെന്നില്ല. അഥവാ അറിഞ്ഞാലും അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയണമെന്നില്ല. എന്നാൽ നമ്മുടെ ബലഹീനതകൾ അറിയുക മാത്രമല്ല, നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നവനാണ് നമ്മുടെ യേശു. നമ്മുടെ ബലഹീനതയെ നമ്മോട് ചേർന്നിരിക്കുന്നവനാണ് യേശു. ഒരിക്കലും നമ്മളെ ബലഹീനതയിൽ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പത്രോസിന്റെ ബലഹീനതയായിരുന്നു അറിയുന്നില്ല എന്ന് 3 വട്ടം തള്ളിപ്പറഞ്ഞത്. എന്നാൽ ബലഹീനതയിൽ പത്രോസ് യേശുവിനെ അറിയുന്നില്ല എന്ന് പറയുക മാത്രമല്ല, അവന്റെ ബലഹീനതയിൽ പഴയ പടകും പഴയ വലയും എടുത്തുകൊണ്ട് കടലിൽ മീൻ പിടിക്കാൻ പോയി. എന്നാൽ യേശു അവന്റെ ബലഹീനത തിരിച്ചറിഞ്ഞിട്ട്, യേശുവിനുള്ള ബന്ധം, യേശുവിനുള്ള സ്നേഹം അകന്നുപോയി എന്നറിഞ്ഞിട്ട്, യേശു അവന്റെ ബലഹീനതയെ തുണ നിൽക്കേണ്ടതിന് അവൻ മത്സ്യബന്ധനം നടത്തുന്ന കടലിന്റെ കരയിൽ യേശു എത്തി. അവിടെ ചെന്ന് ചോദിക്കുക, കുഞ്ഞെ, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന് യേശുവിന് മനസ്സിലായി. സ്നേഹം കുറയുമ്പോൾ, കർത്താവിനോടുള്ള സ്നേഹം കുറയുമ്പോഴാണ് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ പിന്മാറ്റം വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായുള്ള അകൽച്ച വരുന്നത്, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നത്, ആരാധനയിൽ നിന്ന് അകന്നു പോകുന്നത്, കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നത്, നോക്കുക, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ തകർന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ്. പത്രോസ് യേശുവിൽ നിന്ന് അകന്നു പോയത് തൻ്റെ പിന്മാറ്റത്തിന്റെ ലക്ഷണമാണ്. തൻ്റെ ബലഹീനതയെ മനസ്സിലാക്കാതെ, താൻ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ കഴിയാതെ, താൻ പഴയ പടകും പഴയ വലയും എടുത്തുകൊണ്ട് യേശുവിനെ വിട്ടുപോയത് തൻ്റെ ജീവിതത്തിലെ പിന്മാറ്റമാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ പലരും ഇങ്ങനെയുണ്ട്. യേശുവിനെ ഒരു കാലത്ത് അനുഭവിക്കുകയും, ഒരു കാലത്ത് യേശുവിനുള്ള സന്തോഷവും സമാധാനവും ദൈവകൃപയും അനുഭവിക്കുകയും, പിന്നീട് നിസാരം കാര്യങ്ങൾക്ക് വേണ്ടി ആരാധന മുടക്കുകയും പ്രാർത്ഥനയ്ക്ക് വരാതെ പള്ളിയിൽ കയറാതെ നടക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം എന്തറിയാമോ? കർത്താവിൽ നിന്ന് അവർ അകന്നുപോയത് കൊണ്ടാണ്. കർത്താവിൽ നിന്ന് അകന്നു പോയില്ലായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഒരു പ്രാർത്ഥന മുടക്കത്തില്ല. ഒരു ഞായറാഴ്ചത്തെ ആരാധന പോലും ഒരു മുടക്കത്തില്ല. ചിലർ പറയാറുണ്ട്, പള്ളിയിൽ വന്നില്ലെന്നേ ഉള്ളൂ, ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ചുമ്മാതാ, പക്ക കള്ളമാ. കർത്താവുമായി ബന്ധമുണ്ടെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് തോന്നും. അതുകൊണ്ടാണ് മറുരൂപമലയിൽ കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ശിഷ്യന്മാര് പറഞ്ഞത്, ഗുരു, നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഉചിതം. അതുകൊണ്ട് ഞാൻ 3 കൂടാരം പണിയാം, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ആ തേജസ് കണ്ടതുകൊണ്ടാണ്, ആ തേജസ് അനുഭവിച്ചത് കൊണ്ട് അവിടം വിട്ടുപോകാൻ തോന്നിയില്ല. ആലയം വിട്ടുപോകാൻ തോന്നാത്തത് ദൈവത്തോടുള്ള സ്നേഹമാണ്. ആലയത്തിൽ കയറാത്തത് ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി ഞാൻ പറയാം, കർത്താവിന്റെ സന്നിധിയിൽ നീ അടുത്തു വന്നാൽ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചിരിക്കും. അതുകൊണ്ട് നിന്റെ ബലഹീനതയിൽ നിന്നോട് തുണ കാണിച്ച്, നിന്റെ ബലഹീനതകളെ കുറവെന്ന് കണ്ട് തള്ളിക്കളയാതെ, ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈക്ക് പിടിക്കുന്നത് പോലെ നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ ഏത് വേദനയുമാകട്ടെ, നിന്റെ മനസ്സിൻ്റെ വേദന, ശരീരത്തിൻ്റെ വേദന, അസ്ഥിയുടെ വേദന എന്തുമാകട്ടെ, നിന്റെ ജീവിതത്തിൽ ജോലിയിൽ നേരിട്ട വേദന അതാകട്ടെ, പള്ളിയിൽ നിന്ന് നേരിട്ട വേദന അതാകട്ടെ, കുടുംബത്തിൽ നിന്ന് നേരിട്ട വേദന അതാകട്ടെ, പ്രിയപ്പെട്ടവരെ, നീ പഠിക്കുന്ന കോളേജിൽ, ഹോസ്റ്റലിൽ, നിന്റെ ജീവിതത്തിൽ എവിടെയാണോ ഒരു വേദന അനുഭവിച്ചേ അതാകട്ടെ, ആ വേദനകളെ ചുമക്കുവാൻ നിനക്കാരുമില്ലെന്ന് വന്നേക്കാം. നിന്റെ വീട്ടുകാർക്കോ, നാട്ടുകാർക്കോ, പള്ളിയിലെ അച്ഛനോ പാസ്റ്ററോ
പാസ്റ്റർക്കോ അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കൾക്കോ ആർക്കും നിന്റെ വേദന ചുമക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശു ഉണ്ടല്ലോ. ഒരിക്കല് യേശു കർത്താവ് അവൻ ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തില്, അവൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ. ഒരിക്കല് എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്പൊ നമ്മുടെ വേദനകളെ ആശ്വസിപ്പിക്കാൻ ഉലകത്തിൽ ആരുമില്ല എന്ന് പറയരുത്. നമ്മുടെ വേദനകളെ ആശ്വസിപ്പിച്ച് നമ്മുടെ വേദനകൾക്ക് പരിഹാരം വരുത്താൻ നമ്മെ ചേർത്ത് വെക്കാൻ എനിക്കാരുമില്ല എന്ന് ഇനിയും ആരും പറയരുത്. എനിക്കാരുമില്ല, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, ഞാൻ എന്തിനാ ജീവിക്കുന്ന, അങ്ങ് ചത്തുകൂടാ, അതുകൊണ്ട് ഞാൻ മരിക്കുകയാണെന്ന് നീ പറയരുത്. എൻ്റെ കുഞ്ഞെ, ആരും ഒരു പിടി കയറിനോ ഒരു പിടി കുരുടാനോ നിന്നെ തീർക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ കഷ്ടതയിൽ നിന്റെ കൂടെ ഇറങ്ങി വരാൻ. ചന്ദ്രക്ക് മേശക്ക് അഹേന്ദ്രക് എന്ന് പറയുന്ന 3 പുരുഷന്മാർ രാജാവ് ഒരുക്കിയ തീച്ചുളയ്ക്കകത്ത് വീണപ്പോൾ അവരുടെ രോമം പോലും കത്തിപ്പോകാതെ, സ്കിന്ന് വാടിപ്പോകാതെ, മാംസം കരിക്കട്ടയാകാതെ, അസ്ഥി ഒടിഞ്ഞു കരിയാകാതെ അവരുടെ കൂടെ 4-മനായി വെളിപ്പെട്ട എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അവിടെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രാജാവ് പറഞ്ഞത്, രാവിലെ ഉറക്കം എഴുന്നേറ്റ് ആമെ കണ്ണും തിരുമ്മിക്കൊണ്ട് ഇന്നലെ ഇട്ട പുരുഷന്മാരുടെ അവസ്ഥ എന്താകുമെന്ന് കാണേണ്ടതിന് തീക്കുണ്ടത്തിലേക്ക് നോക്കിയപ്പോൾ 4 പുരുഷന്മാർ അവർ കെട്ടഴിഞ്ഞ് നടക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ രാജാവ് പറഞ്ഞൊരു പദം അവിടെയുണ്ട്. അതിങ്ങനെയാണ്, ഒരുവന്റെ മുഖം ദൈവപുത്രന് സാദൃശ്യം. അതെ, നിന്റെ വേദനയിൽ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ കണ്ണുനീരിൽ നിന്റെ കൂടെ നിന്ന് കരയുന്ന ഒരു കർത്താവുണ്ട്. ലാസറിന്റെ വീട്ടിലെ സഹോദരിമാര് കരഞ്ഞപ്പോൾ ലാസറിന്റെ വേദന, ആ വേർപാടിൽ ഈ യേശുവും കരഞ്ഞു എന്ന് നമുക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നു, യേശു കണ്ണുനീർ വാർത്തെന്ന്. പ്രിയപ്പെട്ടവരെ, നീ കരയുമ്പോൾ നിന്റെ കൂടെ കരയുന്ന ഒരു യേശുവുണ്ട്. നിന്റെ മനസ്സ് പിടയുമ്പോൾ നിന്റെ കൂടെ മനസ്സ് പിടയുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത അതാണ്. ഇത്രയും ദൈവങ്ങളുള്ള ഈ നാട്ടിൽ ഒരു ദൈവവും നമ്മുടെ കൂടെ കരയുന്ന, നമ്മുടെ വേദന അറിയുന്ന, നമ്മുടെ കാര്യങ്ങൾ അറിയുന്ന ഒരു ദൈവവും ഇല്ല പ്രിയരെ. എന്നാൽ യേശു മാത്രമാണ് നമ്മുടെ വേദന അറിയുന്നത്. വേദപുസ്തകം പഠിച്ചു നോക്കൂ, യേശു എവിടെയെല്ലാം ആരുടെയെല്ലാം വേദനകൾ അറിഞ്ഞു. എന്നാൽ യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ പറയുക, യേശു ആരാണ്? നമ്മുടെ വേദനകളെ ചുമക്കുന്നവനാണ് യേശു. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ആമേൻ. സങ്കീർത്തനം 23-ാമത്തെ ആ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ യേശു നമ്മുടെ വേദനകൾ ചുമന്നാലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു. യേശു നമ്മുടെ വേദനകൾ ചുമന്നാലുള്ള അനുഗ്രഹം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അപ്പൊ യേശു എൻ്റെ വേദനകൾ ചുമക്കാൻ തുടങ്ങിയാൽ എനിക്കൊരു മുട്ടും വരില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ക്ലേശവും വരില്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നാലും എന്നെ അതിനകത്തൊന്നും തകർക്കാൻ പിശാചിന് പറ്റില്ല. കാരണം എൻ്റെ ഇടയൻ ആരാണ്? യഹോവയാണ്. യേശു എൻ്റെ ഇടയനാണ്. യേശു എൻ്റെ ഇടയനായതുകൊണ്ട്, യേശു എൻ്റെ നല്ല പിതാവായതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വ്യക്തമായിട്ട് പറയുകയാണ്, എൻ്റെ ഇടയനായ ദൈവം എനിക്കുള്ളത് കൊണ്ട് എനിക്കൊന്നിനും മുട്ടന്തിയില്ല, വരികയില്ല. അതേപോലെ തന്നെയാണ് സങ്കീർത്തനം 34:18 വായിക്കുന്നത്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 2 കാര്യങ്ങളുണ്ട് അവിടെ. ഒന്ന്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്. നിന്റെ ഹൃദയം നുറുങ്ങിയ വേദനയാണോ? ആരും നിന്റെ കൂടെ കാണില്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം ഒന്ന് നുറുങ്ങുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും. ആരും കാണില്ല കൂടെ നിൽക്കാനും, കൂടെ നടക്കാനും, കൂടിരുന്ന് ആഹാരം കഴിക്കാനും, കൂടിരുന്ന് പ്രാർത്ഥിക്കാനും നിങ്ങളുടെ കൂടെ ആരും കണ്ടില്ലെന്ന് വരും ഹൃദയം തകരുമ്പോൾ. എന്നാൽ വേദപുസ്തകം സങ്കീർത്തനം 34:18 നിങ്ങളെടുത്ത് വായിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് ആരും ഇല്ലെങ്കിലും യഹോവ സമീപസ്ഥനാണ്. അപ്പൊ ദൈവം വേദന ചുമക്കുമെങ്കിൽ യഹോവ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ നിന്റെ അരികിൽ തന്നെ എൻ്റെ ദൈവം ഉണ്ട്. അരികിലുണ്ട് ദൈവം. ദൈവം നിന്നെ ഒരിക്കലും കൈവിടത്തില്ല. സമീപസ്ഥനായി ഇരിക്കുന്ന ഒരു ദൈവം. അടുത്ത പറയുകയാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കണ്ടോ? വേദന അറിയുന്ന ദൈവം നമുക്കുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ വേദന അറിഞ്ഞാൽ ഇരിക്കുക മാത്രമല്ല, നമ്മുടെ അടുക്കൽ ഇരിക്കുക മാത്രമല്ല, നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ കൂടെ ഇരിക്കുകയും
ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ രക്ഷിക്കുകയും ചെയ്യുക. നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ ആ ഭവനത്തിൽ രക്ഷിക്കും, ആ രോഗത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും, ആ കഷ്ടതയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും, ആ കണ്ണുനീരിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. വിശ്വസിക്കാമോ? രക്ഷിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം 41 അധ്യായം 10 വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അതേ പ്രിയരെ, ദൈവം നിന്റെ വേദന ചുമക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സംരക്ഷണം നീ അനുഭവിക്കും. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ സഹായങ്ങൾ നിനക്ക് കിട്ടും. സഹായിക്കേണ്ടവർ മാറി നിൽക്കുമ്പോൾ, ഒരു കാലത്ത് സഹായിക്കേണ്ടവരൊക്കെ മാറി നിന്ന അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പലരും എന്നെ സഹായിക്കാതെ ഇരുന്ന സമയങ്ങൾ എനിക്കുണ്ട്. വാഗ്ദാനങ്ങൾ, മോഹന വാഗ്ദാനങ്ങൾ പലതും ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ കുടുംബം കേട്ടിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇപ്പം മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഒരു ഫോൺ പോലും അവർ എന്ത് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല. കാരണം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ആരൊക്കെ മാറിപ്പോയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, സഹായിക്കാൻ പറ്റുന്നവരൊക്കെ കൈ മടക്കി വെച്ച് നിന്നെ സഹായിക്കാതെ വഴി മാറിപ്പോയാലും ഭാരപ്പെടേണ്ട. നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ് യെശയ്യാവ് 41:10. അവൻ നിന്നെ സഹായിക്കും, അവൻ നിന്നെ ശക്തീകരിക്കും. പ്രിയപ്പെട്ടവരെ, യഹോവ നിങ്ങൾക്ക് വേണ്ടി സമീപസ്ഥനായിട്ടുണ്ടെങ്കിൽ, യേശു നിങ്ങളെ സഹായിക്കുമെങ്കിൽ, ഭാരം ചുമക്കുമെങ്കിൽ, നിങ്ങളുടെ വേദന ചുമക്കുമെങ്കിൽ, പിന്നെ നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിൻ്റെ പക്കൽ അങ്ങോട്ട് കൊടുക്കുക. യേശു നിങ്ങളെ സഹായിക്കും, യേശു നിങ്ങളെ ശക്തീകരിക്കും, യേശു നിങ്ങളെ രക്ഷിക്കും, യേശു നിങ്ങൾക്ക് സമീപസ്ഥനായിരിക്കും. യേശു നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്നിനും നിങ്ങൾക്ക് മുടക്കം വരില്ല, മുട്ടുവരില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നോട് ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതനായി സ്തോത്രം. ഞങ്ങളുടെ വേദനകൾ ചുമക്കുന്ന ഞങ്ങളുടെ കർത്താവിനെ ചിന്തിക്കാൻ, ഞങ്ങളുടെ വേദനകൾ ചുമക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണേ, ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണേ, ഇവരുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാകണേ. ഇവരൊന്നും കൊണ്ട് ഭാരപ്പെടാൻ ദൈവം അനുവദിക്കല്ലേ. ഇവരുടെ ജീവിതത്തിൽ നന്മയും പ്രസാദവും കർത്താവ് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് സഹായിക്കണം. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വേദനകൾ ചുമക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. കർത്താവിനോട് നിങ്ങളുടെ കാര്യങ്ങൾ പറയുക, തുറന്നു പറയുക. കൂട്ടുകാരനോട്, അപ്പനോട് പറയുന്നത് പോലെ കർത്താവിനോട് പറയുക. ഏത് വേദനയും കർത്താവ് മാറ്റും. കർത്താവ് സമീപസ്ഥനായി, തകർന്നവർക്ക് ആശ്വാസമായി നമ്മുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗ്രേസ് ടിവിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഗ്രേസ് ടിവിയുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്ത ദിവസങ്ങളിലെ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ ലഭിക്കും. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എഴുതി വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം നിങ്ങൾക്ക് ഒരത്ഭുതം ചെയ്യും. നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് തുടയ്ക്കും. അതുകൊണ്ട് ഒന്നും കൊണ്ടും നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളുടെ വേദനകൾ മാറ്റും. നമ്മുടെ വേദന മാറ്റാൻ യേശു ഉണ്ട്. യേശുവിൽ വിശ്വസിക്കുക. യേശു നിങ്ങളെ ഉയർത്തും. ആമേൻ.